അച്ഛാ, എന്തുകൊണ്ടാണ് ദിവ്യകാരുണ്യത്തെ കൂദാശകളുടെ കൂദാശകൾ എന്ന് പറയുന്നത്? കൂദാശകൾ 7 ആണ്. ഓരോ കൂദാശയും അതിൻ്റെതായിട്ടുള്ള കൃപ നൽകുക. എന്നാൽ ദിവ്യകാരുണ്യമാകട്ടെ കൃപകളുടെ ഉറവിടമായ യേശുവിനെ നൽകുക. കൂദാശകൾ സ്ഥാപിച്ചവൻ മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനാണ്. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യത്തെ കൂദാശകളുടെ കൂദാശയെന്ന് വിളിക്കുന്നത്. അച്ഛാ, ദിവ്യകാരുണ്യത്തെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും. ദിവ്യകാരുണ്യം ദൈവത്തോളം വലുതാണ്. കാരണം ദിവ്യകാരുണ്യത്തിൽ യേശു മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും സന്നിഹിതനായിരിക്കുക. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യത്തെ കൂദാശകളുടെ കൂദാശി എന്ന് വിളിക്കപ്പെടുക. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നു, ഈ ലോകം മുഴുവനുമുള്ള എല്ലാ നന്മകളും സൽപ്രവൃത്തികളും ഒരുമിച്ച് കൂടിയാലും ഒരൊറ്റ ദിവ്യബലിക്ക് തുല്യമായി മാറുകയില്ല. നന്മകളെല്ലാം മനുഷ്യന്റെ പ്രവൃത്തിയാണ്. ദിവ്യകാരുണ്യം യേശുവിന്റെ പ്രവൃത്തിയാണ്. രണ്ടാം വത്തിക്കാൻ സുനകദോസം ഏറെ കൃത്യമായി പറയുന്നു, ക്രൈസ്തവ ജീവിതത്തിന്റെ ഉച്ചയും ഉറവയും ദിവ്യ കാരുണ്യമാണ്.